വെൽക്കം ബാക്ക് ടു ഫുഡീസ് എക്സ്റ്റസി. ഓണസദ്യയുടെ വിഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിപ്പ് കറി കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് സാമ്പാറാണ്. അപ്പോൾ നല്ല നാടൻ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വെള്ളരിക്ക ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. പടവലങ്ങയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. അധികം പഴുക്കാത്ത മത്തങ്ങ അതും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അമരക്ക രണ്ടായിട്ട് കട്ട് ചെയ്യുക. മുരിങ്ങക്കായും ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. കത്തിരിക്ക ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. തൊണ്ടൻ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്യുക. പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്യുക. വെണ്ടയ്ക്ക ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യുക. ടൊമാറ്റോയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. തുവരപ്പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടുക. പരിപ്പ് വേകാൻ ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, ക്യൂബായിട്ട് കട്ട് ചെയ്ത് സവോള, വറ്റൽമുളക്, ഒരൽപ്പം വെളിച്ചെണ്ണ ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയും വെണ്ടയ്ക്കയും ഇപ്പം ആഡ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം കായം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് പ്രഷർ വരുമ്പോഴത്തേനും ഓഫ് ചെയ്യുക. പ്രഷർ കംപ്ലീറ്റ് പോകുമ്പോൾ ഓപ്പൺ ആക്കുക. അതിലേക്ക് വെണ്ടയ്ക്കയും ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കുറച്ചുകൂടി ഒന്ന് പ്രഷർ കയറുന്നവരെ കുക്ക് ചെയ്യുക. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം കേട്ടോ. ഇനി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള സ്പൈസ് മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായംപൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ സാമ്പാറിൻ്റെ സ്പൈസ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ വേറൊരു പാനിലേക്ക് ഞാൻ മാറ്റാം കേട്ടോ. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യാം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പുളിയുടെ വെള്ളം അരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാമ്പാർ സ്പൈസ് മിക്സ് ഒരല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. അപ്പോൾ സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, ഉലുവ, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. സാമ്പാറിലേക്ക് ഇതൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പുളിയെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ശർക്കര കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പുറത്തുനിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സാമ്പാർ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവില്ല. താങ്ക് യു.